പ്രത്യേകിച്ച് 50 ദിവസങ്ങളിലേറെ, കൃത്യമായി പറഞ്ഞാൽ 4 വർഷവും 50 ദിവസവും, അപ്പം 4 വർഷവും 2 മാസവും നിരന്തരമായി ഇവിടുത്തെ കോർപ്പറേറ്റ് ജനങ്ങളോട് നമ്മുടെ ഭരണാധികാരികൾ, മാറി മാറി വരുന്ന ഭരണാധികാരികൾ സഹിത്വം ചെയ്ത് ജനങ്ങളെ വഴിയാധാരമാക്കിയ, കേരളം ഇന്ന് വരെ കാണാത്ത ഒരു മനുഷ്യ അവകാശ, ബാലാവകാശ ധ്വംസനത്തിനെതിരെ നമ്മുടെ സഹോദരങ്ങളെ അനുഭവിക്കുന്ന ദുരിതത്തോടാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങല ഇവിടെ നിന്ന് ചെല്ലാനം മുതലേ ഫോട്ടോ വെച്ചവരെ നടത്തിക്കൊണ്ട് കൈയോട് കൈ ചേർത്തുകൊണ്ട് ഗോഡൌണിൽ താമസിക്കുന്നവരും തെരുവീഥികളിലെ നിരാലംബരപ്പോലെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥിയായി കഴിയുന്നവരും, നിങ്ങൾ അധികകാലം ഇനി അഭയാർത്ഥിയായി കഴിയേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, അതേസമയം തന്നെ സെക്രട്ടേറിയറ്റ് തന്നെ വളയേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഭരണാധികാരികൾക്ക് ബോധം വെപ്പിച്ച് ജനങ്ങൾക്ക് വന്നിരിക്കുന്ന ആപത്തുകളൊന്ന് സംരക്ഷിക്കുമെന്നുള്ള സാഹോദര്യത്തിൻ്റെ, ജാതിയും മതവും വർണ്ണവും വർഗവും അപ്പുറത്ത് മനുഷ്യനെ ഒറ്റ ജാതിയായിട്ടും അതുപോലെ തന്നെ വികസനത്തിൻ്റെ ഇരകളെന്ന രീതിയിൽ ജന്മാവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് അത് തിരിച്ചു പിടിക്കാനുള്ള അവിശ്വജനമായ ഒരു മനുഷ്യച്ചങ്ങലയാണ് നമ്മളിപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഗോഡൌണിൽ 4 വർഷമായിട്ട് ട്രിവാൻഡ്രം ഗോഡൌണുകളിൽ, സിമന്റ് ഗോഡൌണുകളിൽ പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ പോറ്റുകയും അവിടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. കാരണം പറഞ്ഞത് ഒരു ഗോഡൌണിൽ, അതായത് അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ 4 പുരുഷന്മാരെ, 2 ആൺകുട്ടികളെ, പിന്നെ 4 സ്ത്രീകളെ. അവർ പറയണത് ഞങ്ങൾ ഉടുപ്പ് മാറുമ്പോൾ ഓരോരുത്തരെ ഈ ആണുങ്ങളെ പുറത്തിറക്കി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഉടുപ്പ് മാറണമെന്ന്. അവർ നമ്മുടെ അമ്മയാണെന്ന്, നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് വെച്ച് നമ്മൾ ഇതിനേക്കാൾ വലിയ ഐക്യദാർഢ്യം കാണിക്കും. അപ്പോൾ അതായത് അത്രയും ധൈര്യമായ ഒരു സ്ഥിതി ഇന്നിപ്പോഴ് പലതരത്തിലുള്ള ഈ മനുഷ്യാവകാശ പോരാട്ടത്തെ കുറച്ച് കാണിക്കാനും, അതുപോലെ തന്നെ അദ്വാനി അനുകൂലികളുടെ വശം ചേർന്നുകൊണ്ട് സംസാരിക്കുകയും ഇത് ഭീകരപ്രവർത്തനമാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് ഇതിനെ തച്ചുടച്ച് നശിപ്പിച്ച് ഇവിടെ ജന്മത്വം പുലരുവാൻ എനിക്ക് ഭയങ്കര ഒരു ഉത്കണ്ഠയായിരുന്നു. കാര്യം ജന്മത്വം തുലയട്ടെ എന്നും പറഞ്ഞു വന്ന തൊഴിലാളി പാർട്ടി വരെ ഒരു നിമിഷം നമ്മളെ കൈവിട്ടുവോ എന്ന് തോന്നിപ്പോകും. കാര്യം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ വിഷയം എത്രയോ നേരത്തെ സംസ്ഥാന സർക്കാരിനെ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു, ഇതിനേക്കാൾ സുന്ദരമായി കൈകാര്യം ചെയ്യാമായിരുന്നു. ഇന്നിപ്പോൾ ട്രിവാൻഡ്രം സമരഭൂമിയിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത്? അളം മുട്ടിയവന്റെ തിരിഞ്ഞു കടിയല്ലേ, കടിയിന് വരാൻ പോണതേ ഉള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇനിയും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയുമെന്നാണ്. എത്ര ദിവസമായിരിക്കും സെക്രട്ടേറിയറ്റ് വളഞ്ഞിടാൻ പോണത് നമുക്കറിയത്തില്ല. ഒരു പരിധി വരെ മനുഷ്യൻ, അതായത് ഇവിടെ ഇതിനെതിരെയൊക്കെ സംസാരിക്കാൻ ഒരുപ്പെടുന്നവരും അദാനി പക്ഷം ചേർന്നുകൊണ്ട് മനുഷ്യത്വരഹിതമായി മനുഷ്യാവകാശത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ ദുരന്തങ്ങൾക്കെതിരെ കൊഞ്ഞണം കുത്തുന്നവരെ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം നിങ്ങൾ എവിടെ പോയിരുന്നോ? കുഞ്ഞുങ്ങൾ വരെ എന്ത് ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആരെന്താണ് കടപ്പുറത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് കടപ്പുറത്ത് വന്ന് ഈ ഗോഡൌണിലെ കടപ്പുറത്ത് ഗോഡൌണിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല. ആ തീരെ ഒന്ന് നോക്കിയാൽ മതി. കാര്യം ഞാൻ 1984 വലിയതുറ, പുത്തൻതോപ്പ് സ്ഥലങ്ങളിലും സെൻട്രൽ ആർട്ടൂർ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത്
നമ്മളെ റോഡ് കടലോര, അതായത് നമ്മുടെ തീരദേശ റോഡിൽ നിന്ന് പിന്നീട് 1 കിലോമീറ്റർ കൂടി സ്ഥലം കടലിലേക്ക് ഉണ്ടായിരുന്നു. അവിടേക്ക് ഉണ്ടായിരുന്ന 84 പോലും ഉണ്ടായിരുന്ന വീടുകളെ അടച്ചുറപ്പുള്ള ഭംഗിയുള്ള വാർത്ത വീടുകൾ വരെ ഉണ്ടായിരുന്നു. ആ വീടുകളെല്ലാം ഇന്ന് കാണുമ്പോൾ റോഡ് വരെ കവർന്നെടുത്തിട്ട് ആ വീടും പൊളിഞ്ഞു തൂങ്ങി നാട്ടുകാര് വഴിയരികിലായി റോഡ് സൈഡിലും വഴിയരികിലും ഒക്കെ താമസിക്കണം നമ്മൾ കാണാം. അവിടെയൊക്കെ കാണുമ്പോഴേ അവരുടെ സങ്കടങ്ങൾ കാണുമ്പോഴേ അതേസമയം ആ സങ്കടങ്ങൾ കാണാൻ 4 വർഷമായിട്ട് ഈ സമരം വരുന്നവരെ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധമുള്ളത്? ഇപ്പോഴല്ല, നിങ്ങൾ ചരിത്രം നോക്കൂ. 2015 വരെ ഈ സമരം തുടങ്ങിയതാണ്. 2015 ഈ ഹാർബർ പണി തുടങ്ങുന്നത്. ഒരു കാര്യം വ്യക്തമല്ലേ? അതായത് ഹാർബർ പണി 2015-16 വരെ തീരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിങ്ങളിപ്പോഴ് ഭൗമ ഉച്ചകോടി അല്ലെങ്കിൽ ഭൗമ താപം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ തുറമുഖം ഉണ്ടാക്കിയതിന് ശേഷമല്ലേ 15-16 കാലഘട്ടത്തിലല്ലേ കടലാക്രമണം തുടങ്ങിയത്? കടലാക്രമണം എവിടെ വരെ വന്നെന്നാ പറയണത് ഇപ്പോഴേ? അതായത് ഒരു കിലോമീറ്റർ 4.5 കിലോമീറ്ററാണ് പുലിമുട്ട് തുറമുഖത്തിന് വേണ്ടി വേണ്ടത്. 1 കിലോമീറ്റർ പുലിമുട്ട് ഇട്ടപ്പോൾ തന്നെ 4-5 കിലോമീറ്ററാണ് തീരം കടലെടുത്തിരിക്കുന്നത്. അതിനർത്ഥം ഇതിന് 4.5 കിലോമീറ്റർ വേണം. 1 കിലോമീറ്ററിന് 6 കിലോമീറ്റർ, 1 കിലോമീറ്റർ കടലിലേക്ക് പുലിമുട്ടിടുമ്പോൾ 6 കിലോമീറ്റർ തീരം കവർന്ന് കടലായി മാറുമെങ്കിൽ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 40 കിലോമീറ്ററാണ് കണക്കാക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതായത് വേളി, കൊച്ചുവേളി, ശംഖുമുഖം മുതൽ മുട്ടുതറ മുതൽ അങ്ങോട്ട്, അതായത് ഇനി എന്തിനു പറയണോ, അതായത് ശിവഗിരി ഇരിക്കുന്ന സ്ഥലം വരെ കടലാക്രമണം ഉണ്ടാവും. അതായത് ചിലരൊക്കെ ഒരു മത്സ്യത്തൊഴിലാളി പ്രശ്നമായിട്ട് ന്യൂനീകരിക്കാൻ നോക്കുന്നുണ്ട്. ഇതൊരു മത്സ്യത്തൊഴിലാളി പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ തീരത്തുള്ള ഒരു ജാതി മതഭേദമന്യുള്ള മനുഷ്യാവകാശ പ്രശ്നമാണ്. ഇനിയും മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഇത് കാണാതെ ജാതി മത വർഗഭേദ ആ രീതി കാണുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യരായിട്ട് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാനുള്ള അവകാശത്തെ നഷ്ടപ്പെട്ടത് നിങ്ങൾ സ്വയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് 2010 കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ ഒരു പഠനമുണ്ട്. എന്താണ് പഠനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുലിമുട്ടുകൾ സ്ഥാപിക്കുന്നത് കൊണ്ടാണ്, അശാസ്ത്രീയമായ പുലിമുട്ടുകൾ സ്ഥാപിക്കുന്നത് കൊണ്ടാണ്, അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഹാർബറുകൾ സ്ഥാപിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കടലാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർബറുകൾ ആശ്രയിച്ച് കടലാക്രമണം ഉണ്ടാക്കുന്നില്ലെങ്കിലും ഹാർബറിന്റെ പുലിമുട്ടുകൾ കടലാക്രമണം ഉണ്ടാക്കുമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പഠനമുണ്ട്. വനം കൃഷി മന്ത്രാലയത്തിന്റെ 2010 പഠനങ്ങള് അത് എല്ലാവർക്കും കിട്ടുന്നതാണ്, നെറ്റിലുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെയാണ് ഡ്രെഡ്ജിങ്ങും അതുപോലെ തന്നെ പുലിമുട്ടുമാണ് കടലാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ പഠനങ്ങളുള്ളതാണ്. ഓർക്കുക, സർക്കാരിന്റെ ശാസ്ത്രീയമായ സംവിധാനങ്ങളിൽ നിന്ന് ഇത്രയും കൃത്യമായ പഠനങ്ങൾ ഉണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഡ്രെഡ്ജിങ് വേണ്ടി വന്നത്? നിസ്സാര ഡ്രെഡ്ജിങ്ങാണ് നടക്കുന്നത്. അതായത് വിഴിഞ്ഞത്ത് നടക്കുന്ന നിസ്സാര ഡ്രെഡ്ജിങ് ആണോ? നമ്മൾ തന്നെ ഡ്രെഡ്ജ് ചെയ്ത് കൊടുക്കാമെന്ന് കരാറിലില്ലേ? അതായത് 160 ഏക്കർ ഭൂമി അദാനിക്ക് കടൽ നികർത്തി കൊടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. 160 ഏക്കർ ഭൂമി, 360 ഏക്കർ ഭൂമി, കരഭൂമി നമ്മൾ 10 ലക്ഷം രൂപ സെന്റിന് 10 ലക്ഷം രൂപ വിലക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ 500 ഏക്കർ സ്ഥലമാണ് അദ്വാനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 500 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ എന്താണ്? 6000 കോടിയാണ്. 6000 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സംസ്ഥാനം അദാനിക്ക് കൊടുത്തതിന് ശേഷം അത് കിട്ടി, അത് ബോധിച്ചു, അതിന്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്വാനിയുടെ 24-25 2,425 കോടി രൂപ ചെലവഴിക്കുമെന്ന് കരാറിലുണ്ട്. അതായത് കരാറ് മൊത്തം ശരിക്കും അദ്വാനിക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊരു അദ്വാനി കരാറാണ്, ഇതൊരു അദ്വാനി പോർട്ടാണ്. അതായത് ഞാൻ പോയി വിഴിഞ്ഞത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പോർട്ടാണല്ലോ,
നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ഇത് ചെയ്യണമെന്ന്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഏത് പോർട്ട്? ഒരു ജന്മിയുടെ പോർട്ടാണ് ഇത്. കോർപ്പറേറ്റുകളുടെ പോർട്ടാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ നമ്മുടെ കേരളം വിറ്റതിന്റെ ചരിത്രമാണ് വിഴിഞ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വിഴിഞ്ഞം വിഴുങ്ങിയത് ആരാണെന്നറിയാമോ? വിഴിഞ്ഞം 2 സ്ഥലങ്ങളിലാണ് വിഴുങ്ങപ്പെട്ടത്. ഒന്ന് അധികാരികൾ വിഴിഞ്ഞം വിഴുങ്ങിയിരിക്കുന്നു, പിന്നെ കടലിനെ കൊണ്ട് നമ്മളെ വിഴുങ്ങിപ്പിച്ചിരിക്കുന്നു. ഇതൊരു പരാജിത പദ്ധതിയാണ്. ഇതൊരു പരാജിത പദ്ധതിയാണെന്ന് പറയുന്നത് എന്താ കാരണം അറിയാമോ? ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് 1 കിലോമീറ്റർ തന്നെ, 1 കിലോമീറ്റർ ഉരുമുട്ടിട്ടപ്പോ തന്നെ ഏതാണ്ട് 6 കിലോമീറ്റർ വെള്ളത്തിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളില് മുഴുവനും ഇതുകൊണ്ട് തന്നെ എന്തുമാത്രം ആൾക്കാർ കുടിയൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഗവൺമെന്റ് പരിസ്ഥിതി വകുപ്പിന്റെ പഠനങ്ങളുടെ വെളിച്ചത്തില് എത്രയും വേഗം കര തുറന്നെടുക്കുന്ന ജീവിതം കടലിൽ കലക്കിക്കളയുന്ന ഈ മനുഷ്യാവകാശ ധ്വംസത്തിനെതിരെ നമ്മുടെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ സമരമെടുക്കുന്നത്. ഇതിനെ വിദേശ കോഴ വാങ്ങിച്ചു ഭീകര പ്രവർത്തനമാണെന്ന് ഏതായാലും ഗോവിന്ദൻ സാറ് പറഞ്ഞല്ലോ ഇന്നലെ. അതായത് ഇതിനകത്ത് ഭീകര പ്രവർത്തനമൊന്നും ഇല്ലെന്ന്. പാർട്ടി വൈകിയ വേളയിലെങ്കിലും അത്രയും സംബന്ധിച്ചൊരു പാർട്ടിക്ക് റെഡ് സല്യൂട്ട് ഉണ്ട്. എന്താ കാര്യം എന്തറിയാവോ? ഇത്രയും നാള് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരെ ഞങ്ങളുടെ ഇത് ഭീകരവാദമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പാളയത്ത് പടയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തൊഴിൽ കുത്തിച്ചുണ്ടാക്കിയിട്ട് ഈ മനുഷ്യാവകാശ പോരാട്ടത്തിനെതിരെ ശിഥിലമാക്കാൻ നോക്കുന്നവരെ എല്ലാം അടിച്ചേൽപ്പിച്ച് ഞങ്ങളെ ചാപ്പ കുത്തിയത് ഇതൊരു ഭീകര പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് കെട്ടിയാലും ഭീകരപ്രവർത്തനം എന്ന് പറയുന്നവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. പക്ഷെ അവരുടെ ട്രോജൻ കുതിരകളായിട്ട് ഈ ക്രിസ്തീയ സഭയിൽ തന്നെ അംഗങ്ങള്, ക്രിസ്തീയ നാമനാധാരികള് അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ആദ്യം ഒന്ന് വിഴിഞ്ഞിട്ട് പോകണം. ഈ വീടുകളൊന്ന് കാണണം. തുണി പോലും ഇല്ല ജീവിക്കുന്ന മനുഷ്യന്റെ ധൈര്യത കാണണം. പിന്നെ അത് കാണാതെ കിട്ടുന്ന കാലം പിന്നെ നിങ്ങളെ സംസാരിച്ചാൽ കാലമല്ല, ഈ സമൂഹം നിങ്ങളെ പുച്ഛിച്ചു തള്ളും. ഒരു കാര്യം ഗവൺമെന്റിന് പറയാറുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും വേഗം ഈ വിഷയത്തില് ഗവൺമെന്റാണ് ട്രജ് ചെയ്തിരിക്കുന്നത്. 160 ഏക്കർ ഭൂമി സർക്കാരാണ് കടലിൽ ട്രജ് ചെയ്തുകൊണ്ട് അധ്വാനി കൊടുക്കുന്നത്. സർക്കാർ കടലിൽ ട്രജ് ചെയ്തതിന്റെ വെളിച്ചത്തില് സെൻട്രൽ ഗവൺമെന്റിന്റെ പഠനപ്രകാരം ട്രജ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കടലാക്രമണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അധ്വാനിക്ക് കൊടുക്കാൻ 160 ഏക്കർ ഭൂമി ട്രജ് ചെയ്തതിന്റെ പേരിലാണ് കടലാക്രമണം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണപക്ഷമേ നിങ്ങൾക്ക് കരാർ തന്ന ആദ്യത്തെ ഭരണപക്ഷവും എല്ലാം ഞങ്ങളുടെ മുമ്പിൽ എന്നും ഒരു മനുഷ്യത്വ വിരുദ്ധതയുടെ ആളുരൂപങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ ആളുരൂപങ്ങളായിട്ട് വെറുതെ അങ്ങോട്ട് വിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ജനം ഉണർന്നു കഴിഞ്ഞു. ഇത് തീർച്ചയാണ്. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്താ കാരണം അറിയാവോ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി ജീവൻ മാത്രമേ ഉള്ളൂ. ജീവൻ ഒരു മനുഷ്യന്റെ ജീവിത ധൈര്യത്തിൽ നിലനിൽക്കണോ വേണ്ട എന്നുള്ള പ്രശ്നം അവൻ തീരുമാനിക്കും. അവൻ തീരുമാനിക്കുന്നതിന്റെ അടയാളങ്ങളാണ് മനുഷ്യച്ചങ്ങലകൾ. ഇത് തീർന്നില്ല. ഈ സമരം തുടരുകയാണ്. ഉടനെ തന്നെ ജനബോധ യാത്ര ആരംഭിക്കുന്ന 14-ാം തീയതി എല്ലാത്തിനും അഭിവാദനം കൊണ്ട് നിങ്ങളുടെ ഈ ഇച്ഛാശക്തി നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയുള്ള നമ്മുടെ അന്തിമ പോരാട്ടത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി മനസ്സുകൊണ്ട് കൈകോർത്തുകൊണ്ട് നിൽക്കുന്നവർക്ക് അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം.